ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് സഞ്ജു. അതിലൊരു മാറ്റവുമില്ല, അതിലൊരു തർക്കവുമില്ല. എപ്പോഴും മലയാളികൾക്ക് അഭിമാന നേട്ടം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സഞ്ജു എന്ന് നമുക്ക് നിലപാടെടുക്കാൻ സാധിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇടം നേടുക പൊതുവെ മലയാളി താരങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിട്ടിരിക്കെ ഇന്ത്യക്കായി 2 T20 ലോകകപ്പ് കിരീടം നേടുകയും അവസാന ലോകകപ്പിൽ മാച്ച് വിന്നറാവുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നതും സത്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ആരാധകരുടെ ഹീറോയായി മാറുകയാണ് ഇപ്പോൾ എന്ന് കൂടി പറയാം. ഇന്നലത്തെ നിലയിലേക്ക് സഞ്ജു സാംസന്റെ വളർച്ച പല പ്രതിസന്ധികളും മറികടന്നായിരുന്നു എന്നതുകൂടി സത്യമാണ്. എന്നാൽ കരിയറിലെ വളർച്ചയിൽ സഞ്ജു സാംസൺ ചില വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു എന്നതുകൂടിയും സത്യമാണ്. സഞ്ജുവിനെ വിവാദ നായകനാക്കി മാറ്റിയ ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞേ മതിയാകൂ എന്നതാണ് സത്യം. ഹാർദിക് CSKയിലേക്കും പകരം സഞ്ജു മുംബൈയിലേക്ക് മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമായി തന്നെ മാറുന്നൊരു കാര്യം. സഞ്ജു സാംസൺ ഏറ്റവും വിവാദത്തിലാക്കിയ ഒരു സംഭവം കേരള ക്രിക്കറ്റിൽ സംഭവിച്ച ഒന്ന് തന്നെയാണ് എന്ന് പറയാം. സഞ്ജു സാംസണെ വിലക്കിൻ്റെ വക്കോളം എത്തിച്ച വിവാദമായിരുന്നു ഇത് എന്നുകൂടി പറയണം. കേരള ക്രിക്കറ്റ് ടീമിൽ അനുവാദമില്ലാതെ സഞ്ജു പോയതിനു പിന്നാലെ വലിയ വിവാദമായി ഇത് മാറുകയും ചെയ്തു. KCA സഞ്ജു ഉൾപ്പെടെ 13 താരങ്ങൾക്കെതിരെ അന്ന് നടപടിയുമെടുത്തു. സഞ്ജുവിൻ്റെ പിതാവ് ഉൾപ്പെടെ വിവാദങ്ങളിൽ ഉൾപ്പെടുകയും സഞ്ജുവിനെതിരെ പിതാവിനെതിരെയും നടപടിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സഞ്ജുവിനെതിരെ വിലക്ക് വന്നിരുന്നെങ്കിൽ താരത്തിൻ്റെ കരിയറിലേത് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നുവെന്ന് കൂടി ഉറപ്പിക്കാം. ഭാഗ്യം കൊണ്ടാണ് ഈ പ്രശ്നത്തിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ വിവാദം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. ഓസീസ് താരം ഉസ്മാൻ ഖവാജയാണ് സഞ്ജുവിനെതിരെ എത്തിയത്. സഞ്ജു സാംസൺ ഓസീസ് താരങ്ങൾ ബാറ്റ് ചെയ്യുന്നതിനിടെ തുപ്പിയെന്നാണ് ഖവാജ ആരോപിച്ചത്. ട്രൈ സീരീസ് ഫൈനലിൽ ഇന്ത്യ എയും ഓസ്ട്രേലിയൻ എ ടീമും തമ്മിൽ ചെന്നൈയിൽ കളിക്കവെയാണ് ഈ സംഭവം. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായിരുന്നു. ഓസീസ് താരത്തിൻ്റെ ക്യാച്ച് സഞ്ജു കൃത്യമായി എടുത്തില്ലെന്ന തരത്തിൽ അവർ ആരോപണം ഉന്നയിച്ചതാണ് സഞ്ജുവിനെ ചൊടിപ്പിച്ചത്. തുപ്പിയില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. എന്നാൽ ഓസീസ് താരങ്ങളെല്ലാം അന്ന് സഞ്ജുവിനെതിരെ രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു. സഞ്ജു സാംസൺ IPL 2026 ഹെൻറിച്ച് ക്ലാസനുമായി ഉടക്കിയതും വലിയ വിവാദമായി മാറി. ഇതിന് കാരണം ക്ലാസൻ സഞ്ജുവിനേക്കാൾ ശാന്തനായ താരമാണെന്നതാണ്. ക്രിക്കറ്റിലെ മാന്യന്മാരായ ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് ക്ലാസൻ. അനാവശ്യ വിവാദങ്ങളിൽ ക്ലാസൻ പൊതുവെ അങ്ങനെ ചെന്ന് പെടാറുമില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഉടുക്കിൻ്റെ പേരിൽ വിവാദത്തിൽ ഉൾപ്പെടേണ്ടി വന്നു. അതിൽ തന്നെ ബന്ധപ്പെട്ട പേരുമായി പ്രധാനപ്പെട്ട കാര്യമായി തന്നെ മാറുകയും ചെയ്തു. അതും സത്യമാണ്. സഞ്ജു പിന്നീട് ക്ലാസിനെ കണ്ട് മാപ്പ് പറഞ്ഞെങ്കിലും സഞ്ജുവിനാണ് വിമർശനം കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ കരിയറിലെ മോശം സംഭവങ്ങളിലൊന്നായി ഇത് മാറി. സ്വന്തം നാട്ടിലെ ക്രിക്കറ്റ് അസോസിയേഷൻ പോലും വേണ്ടത്ര പിന്തുണ സഞ്ജുവിന് നൽകിയിരുന്നില്ല. എന്നിട്ടും ഈ വെല്ലുവിളികളെയെല്ലാം മറികടന്ന് സഞ്ജു ഇന്നലത്തെ നിലയിലേക്ക് എത്തി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അവിടെ എത്താൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു, അവിടെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും എത്താൻ സാധിക്കുന്ന ഒരു ഇടമായി തന്നെ പറയാൻ സാധിക്കില്ല. അതോടൊപ്പം പ്രേക്ഷകരെല്ലാവരും അത് കാത്തിരിക്കുകയായിരുന്നു എന്ന് കൂടി പറഞ്ഞേ മതിയാകൂ.